പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് വീട്ടുമുറ്റം നിറയെ കരകൗശലം ഒരുക്കിയിരിക്കുകയാണ് തൃശൂർ സ്വദേശിയായ വീട്ടമ്മ. കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി സീന സലാമാണ് ഒറിജിനലിനോട് കിടപിടിക്കുന്ന മാതൃകയുടെ നിർമ്മാണത്തിന് പിന്നിൽ. ഉപയോഗശൂന്യമായി ഒന്നും തന്നെ സീന സലാമിന്റെ വീട്ടിലെത്തുന്നവർക്ക് കാണാൻ കഴിയില്ല. ഉപയോഗം കഴിഞ്ഞവയെല്ലാം ഉപേക്ഷിക്കാതെ അവയെ കാണാൻ കൗതുകമുള്ള രൂപങ്ങളാക്കി മാറ്റാൻ ഈ വീട്ടമ്മയ്ക്ക് അധികം സമയം വേണ്ട. അതിന് തെളിവാണ് ഈ വീട്ടുമുറ്റം. കുവൈറ്റ് എയർവേസ് വിമാനം, അരയന്നങ്ങൾ, കൊക്കുകൾ, വഞ്ചി, പൂന്തോട്ടം, നിറയെ വൈവിധ്യമാർന്ന ചെടിച്ചട്ടികൾ, ഇരിപ്പിടങ്ങൾ, വെള്ളച്ചാട്ടം ഉൾപ്പെടെയുള്ള കൃത്രിമക്കുളം, അങ്ങനെ വിസ്മയ കാഴ്ചകളുടെ ഒരു നീണ്ട നിര തന്നെ സീന ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ കുട്ടികളുടെ ഒരു പാർക്കിൽ ചെന്ന അനുഭവം. കോവിഡ് കാലത്ത് ചെടിച്ചട്ടികൾ നിർമ്മിച്ചാണ് തുടക്കം. പിന്നീടാണ് പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത്. കെട്ടിട നിർമ്മാണ അവശിഷ്ടങ്ങൾ, ഉപയോഗശൂന്യമായ പൈപ്പുകൾ, കമ്പികൾ, പ്ലാസ്റ്റിക്, വീട്ടിലെ മറ്റു ഉപയോഗശൂന്യമായ വസ്തുക്കൾ തുടങ്ങിയവയെല്ലാം സീനയ്ക്ക് തന്റെ കരകൗശല നിർമ്മിതിയുടെ അസംസ്കൃത വസ്തുക്കളാണ്. നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നവയുടെ ഫോട്ടോ ശേഖരിക്കലാണ് ആദ്യഘട്ടം. പിന്നീട് സിമന്റ്, മണ്ണ്, പാഴ്വസ്തുക്കൾ എന്നിവ പ്രത്യേക അനുപാതത്തിൽ ചേർത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും. ചിലത് ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാകും. ഭർത്താവ് അബ്ദുൾ സലാം കുവൈത്തിലാണ് ജോലി ചെയ്യുന്നത്. അതിനാൽ കുവൈറ്റ് എയർവേസിന്റെ വിമാനം ഇത്തരത്തിൽ നിർമ്മിക്കണമെന്ന് മനസ്സിൽ കൊണ്ടു നടന്ന വലിയൊരു ആഗ്രഹമായിരുന്നുവെന്ന് സീന പറയുന്നു. ഒരു സാധനവും എന്റെ പാഴ്വസ്തുവല്ല. എല്ലായിടത്തും എന്തെങ്കിലും പാഴ്വസ്തുക്കൾ കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തുണ്ടാക്കും എന്നാണ് ഞാൻ ചിന്തിക്കാറ്. വീട് പണി കഴിയുമ്പോഴും എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റുകളൊക്കെ വീട് പണി എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശേഖരിച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുക. ഫ്ലൈറ്റ് സ്ട്രെച്ചർ വരാൻ ഒറ്റ ദിവസം കൂടി ഞാൻ സ്ട്രെച്ചർ ഉണ്ടാക്കി. പിന്നെ അത് അതിൻ്റെ ഒരു പെയിന്റിങ് എനിക്ക് നടക്കൂല എന്ന് ഞാൻ വിചാരിച്ച പുറത്തൊരാളെ കൊണ്ട് ചെയ്യിക്കാന്നൊക്കെ വിചാരിച്ചു. അതിനെച്ചാൽ ഞാൻ കുവൈത്ത് എയർവേസ് എന്നാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം എൻ്റെ ഇക്കയും മോനും കുവൈത്തിലാണ്. അതുകൊണ്ട് കുവൈത്ത് എയർവേസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫ്ലൈറ്റിനൊരു സിമ്പലുണ്ട്. അതിൻ്റെ കളറിങ്ങിലൊക്കെ ഉണ്ട് പ്രത്യേകത. അത് എനിക്ക് ചെയ്യാൻ പറ്റൂല എന്ന് ഞാൻ വിചാരിച്ചേ. അപ്പം എൻ്റെ രണ്ടാമത്തെ മാമൻ പറഞ്ഞു ഉമ്മച്ച് വിചാരിച്ചൊക്കെ നടക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അവൻ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടാണ് വേറെ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അതൊരു പുറത്താര് ചെയ്തു എന്നുള്ളൊരു വരുമല്ലോ. അപ്പം ഇനി അതായിട്ട് ഞാൻ അങ്ങനെ മാറ്റി പിടിക്കണ്ട, ഉമ്മച്ച് തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇതെൻ്റെ കുറേ ദിവസം എൻ്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കും, അതിൻ്റെ സ്ട്രെച്ചർ എങ്ങനെ വരുത്തും, എല്ലാ പോയിന്റും ശരിയാവണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഗൂഗിളിൽ ഫോട്ടോകൾ നോക്കുമായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഫോട്ടോ നോക്കുമായിരുന്നു. അങ്ങനെ ആ ഫോട്ടോത്തിൽ എന്തൊക്കെ കുറവുകളുണ്ട്, അങ്ങനെയാണ് എനിക്ക് കുവൈത്ത് എയർവേസിന്റെ കളറൊക്കെ കിട്ടിയത്. ഭർത്താവിനൊപ്പം മക്കൾ 3 പേരും പൂർണ്ണ പിന്തുണയുമായി സീനയ്ക്കൊപ്പമുണ്ട്. സീനയുടെ കരവിരുത് കണ്ടും കേട്ടുമറിഞ്ഞ് നിരവധി പേർ വീട്ടുമുറ്റത്തെ കൗതുക കാഴ്ചകൾ കാണാൻ എത്തുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.